ലോകരാജ്യങ്ങൾ തമ്മിൽ പലവിധ കാരണങ്ങളാൽ ഭിന്നിച്ചു നിൽക്കാറുണ്ടെങ്കിലും യുദ്ധങ്ങളും ഉപരോധങ്ങളും നടത്തുന്നുണ്ടെങ്കിലും എത്ര വലിയ സമ്പന്ന രാഷ്ട്രത്തെയും ഭയത്തിലാഴ്ത്തുന്ന വില്ലനാണ് കാലാവസ്ഥാ ദുരന്തം. കാലാവസ്ഥാ വ്യതിയാനത്തിന് മുൻപിൽ പകച്ചു നിൽക്കുന്ന മനുഷ്യർക്ക് മാത്രം യാതൊരു വേർതിരിവും ഉണ്ടാവാറില്ല. കാലാവസ്ഥാ വ്യതിയാനത്തെ ബന്ധപ്പെടുത്തി ആഫ്രിക്കയിൽ നിന്നും പുറത്തുവരുന്ന ഒരു ഭയാനകമായ റിപ്പോർട്ടുണ്ട്. വരൾച്ച കാരണം സിംബാബ്വേയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനത്തിൽ ഈ അടുത്ത ആഴ്ചകളിൽ 100 ആനകളെങ്കിലും ചരിഞ്ഞിട്ടുണ്ടെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. അവയുടെ ജഡങ്ങൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും എൽ നിനോ കാലാവസ്ഥാ പ്രതിഭാസത്തിന്റെയും ഇരകളായി വന്യജീവി അധികൃതരും മൃഗസംരക്ഷണ ഗ്രൂപ്പുകളും എടുത്തുകാട്ടുന്നു. ഹോങ്കെ നാഷണൽ പാർക്ക് ഉൾപ്പെടെയുള്ള തെക്കൻ ആഫ്രിക്കൻ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ മഴയുടെ ദൗർലഭ്യവും ഇനിയും ചൂട് ഉയരുമെന്ന പ്രവചനങ്ങളും ഉള്ളതിനാൽ കൂടുതൽ ആനകൾ ചരിയാനിടയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആനകളുടെയും മറ്റ് മൃഗങ്ങളുടെയും പ്രതിസന്ധിയെന്നാണ് ഇന്റർനാഷണൽ ഫണ്ട് ഫോർ ആനിമൽ വെൽഫെയർ ഇതിനെ വിശേഷിപ്പിച്ചത്. എൽ നിനോ ഇതിനകം തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. സിംബാബ്വെ നാഷണൽ പാർക്സ് ആൻഡ് വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ വക്താവ് ടിനാഷെ ഫറാവോ പറഞ്ഞു, എൽ നിനോ പ്രകൃതിദത്തവും ആവർത്തിച്ചുള്ളതുമായ കാലാവസ്ഥാ പ്രതിഭാസമാണ്. ഇത് പസഫിക്കിന്റെ ചില ഭാഗങ്ങളെ ചൂടാക്കുന്നു. തുടർന്ന് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയെ ഇത് ബാധിക്കും. ഈ വർഷത്തെ എൽ നിനോ കിഴക്കൻ ആഫ്രിക്കയിൽ മാരകമായ വെള്ളപ്പൊക്കം വരുത്തിയിരുന്നു. എന്നാൽ ഇത് ദക്ഷിണാഫ്രിക്കയിലുടനീളം ശരാശരിയിലും താഴെ മഴയ്ക്ക് കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിംബാബ്വേയിൽ എൽ നിനോയുടെ ആഘാതം ഇതിനകം അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടെ മഴക്കാലം പതിവിലും ആഴ്ചകൾ വൈകിയാണ് ആരംഭിച്ചത്. ഇപ്പോൾ സിംബാബ്വേയിൽ കുറച്ച് മഴ പെയ്തിട്ടുണ്ടെങ്കിലും ഇത് വരാനിരിക്കുന്ന വലിയ വേനൽക്കാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം എൽ നിനോ പ്രതിഭാസത്തെ കൂടുതൽ ശക്തമാക്കുകയും അത് കൂടുതൽ തീവ്രമായ പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു. 2019 ഹോങ്കയിൽ 200-ലധികം ആനകൾ കടുത്ത വരൾച്ചയിൽ ചരിഞ്ഞിരുന്നു. ഇത് വീണ്ടും ആവർത്തിക്കുമെന്നാണ് അധികൃതരുടെ ഭയം. ഹോങ്കയിൽ പലയിടത്തായും വറ്റിപ്പോയ ഉറവകളിലെ ചെളിയിൽ കുടുങ്ങി ജീവന് വേണ്ടി മല്ലിടുന്ന ആനകളുടെ വീഡിയോ ഹോങ്കെ പാർക്ക് ഏജൻസി വക്താവ് ഫറാവോ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചത് കുട്ടിയാനകളെയും പ്രായമായ രോഗം ബാധിച്ച ആനകളെയുമാണ്. കാരണം ഇവർക്ക് വെള്ളം കണ്ടെത്താൻ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. ശരാശരി വലിപ്പമുള്ള ആനയ്ക്ക് പ്രതിദിനം 200 ലിറ്റർ വെള്ളം ആവശ്യമാണ്. അതേസമയം പാർക്ക് റേഞ്ചർമാർ ചരിഞ്ഞ ആനകളിൽ നിന്ന് കൊമ്പുകൾ നീക്കം ചെയ്യാറുണ്ട്. തന്മൂലം ആനക്കൊമ്പ് വേട്ടക്കാരുടെ ശല്യം കുറവാണെന്നും പാർക്ക് അധികൃതർ പറയുന്നു. 45,000 ആനകൾക്കൊപ്പം 100-ലധികം മറ്റ് സസ്തനികളും 400 പക്ഷി ഇനങ്ങളും ഹോങ്കയിലെ വന്യജീവി പാർക്കിലുണ്ട്. പാർക്ക് ഏജൻസിയുമായി സഹകരിച്ച് കുഴിച്ചെടുത്ത 50-ലധികം കുഴൽക്കിണറുകളിൽ നിന്ന് പ്രതിദിനം 1.5 ദശലക്ഷം ലിറ്റർ വെള്ളം വാട്ടർ ഹോളുകളിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ടെന്ന് സിംബാബ്വേയുടെ പാർക്ക് ഏജൻസിയെ സഹായിക്കുന്ന കൺസർവേഷൻ ഗ്രൂപ്പായ ദി ബോജൻ ട്രസ്റ്റിന്റെ ഡയറക്ടർ ട്രെവർ ലെയ്ൻ പറഞ്ഞു. 14,500 ചതുരശ്ര കിലോമീറ്റർ ഉള്ള പാർക്കിൽ പ്രധാനപ്പെട്ട ഒരു നദി പോലും ഒഴുകുന്നില്ല. മൃഗങ്ങൾക്ക് വെള്ളം പമ്പ് ചെയ്യാൻ 100 സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബാർഹോളുകൾ മാത്രമേ ഉള്ളൂ. ആനകളെ രക്ഷിക്കുന്നത് മൃഗങ്ങൾക്ക് വേണ്ടി മാത്രമല്ലെന്നും സംരക്ഷകർ പറയുന്നു. കാടുകളെ വ്യാപിപ്പിക്കാനും പുനരുജ്ജീവിപ്പിക്കാനും തഴച്ചു വളരാനും പ്രാപ്തമാക്കുകയും സസ്യങ്ങളെ വളർത്തുകയും ചെയ്തുകൊണ്ട് സന്തുലിതമായ ആവാസ വ്യവസ്ഥയിലൂടെ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ പോരാടുന്നതിൽ ശ്രദ്ധ ചെലുത്തുകയുമാണ് ചെയ്യുന്നത്. ആനകളെ ജീവനോടെ നിലനിർത്താൻ ഞങ്ങൾ പോരാടുന്നതിന്റെ പ്രധാന കാരണം ഇതാണെന്ന് ട്രെവർ ലെയ്ൻ പറഞ്ഞു.